അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് സൗദിയുടെ ഉപ്പക്ക് ഉറക്കമുണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, എന്തിനായിരിക്കും എൻ്റെ മോള് വിളിച്ചത്? അസുഖം മാറിയതിന് ശേഷം ഓള് എവിടെയാണാവോ? പുത്തൻ വീട് തറവാട്ടിലോ അതോ മറ്റോടത്തോ അറിയില്ല. എന്തായാലും നാളെ ഒന്ന് പോയി നോക്കാം. മറ്റോടത്തേക്ക് പോകാനൊന്നും ചാൻസ് ഇല്ല. കുഞ്ഞിക്കതി ഓൾ അങ്ങോട്ട് കൂട്ടുമോ? എനിക്ക് പുടിയരില്ല. ഇക്ക, നിങ്ങളെന്താ ഉറങ്ങാത്തത്? എടി, ഉറക്കം വരണില്ല. എല്ലാം കൂടി ആലോചിച്ചിട്ട് സമാധാനമില്ല. എൻ്റെ സ്വഭാവമൊന്നുമല്ല എൻ്റെ ആദ്യത്തോൾക്ക്. എനിക്ക് സമാധാനമില്ല. എൻ്റെ കുട്ടികളേതായാലും ഇവിടെ എത്തിയതും വലിയത്, എന്നാലും ഉണ്ടാവുമല്ലോ ഓളൊന്ന് അന്വേഷിക്കുക. അതിനെക്കുറിച്ച് പോലും അതും ഓള് ചെയ്തില്ല. അല്ലെങ്കിൽ ഓൾക്കിപ്പോൾ എന്താ? ഇക്ക, നിങ്ങൾ കിടക്കി. നിങ്ങൾ ടെൻഷൻ ആയിക്കാണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവും. നിങ്ങൾ കിടന്നോളി, ഒന്ന് കിടന്ന് ഉറങ്ങിക്കോളി. മക്കളൊക്കെ വലിയ മക്കളല്ലേ, അവരെ കുറിച്ച് ഇപ്പം ഇത്രമാത്രം ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ടോ? പിന്നെ സൗദിയെ അവൾ പുത്തൻ വീട് തറവാട്ടിൽ എത്തിയാൽ തന്നെ അവൾക്ക് സമാധാനമല്ലേ? പിന്നെ ഇപ്പം എന്തിനാ നിങ്ങൾ ഇത്രയധികം ടെൻഷൻ ആവുന്നത്? എന്നാലും എന്നെ വിളിച്ച ഓള് പറഞ്ഞു കേട്ടത് എനിക്ക് മനസ്സൊന്നും അങ്ങോട്ട് പോണില്ല. ഏതായാലും ഇക്ക, നിങ്ങൾ ഇനി ടെൻഷനായില്ലേ? ആയത്തിൽ കുറിച്ചൊക്കെ ചെല്ലി ഇതണ്ട് ഉറങ്ങിക്കൂടി. അപ്പോൾ ഉണ്ട് റെഡി ആയിക്കോളും. ഹഫ്സ അദ്ദേഹത്തിൻ്റെ മുടിയിഴകളിലൂടെ തലോടിക്കൊടുത്തു. ഇക്ക, നിങ്ങളിങ്ങനെ ടെൻഷനായാലേ എന്തെങ്കിലും പറ്റിപ്പോയാലേ ഞാനും മക്കളും അനാഥാവട്ടോ. ഞങ്ങൾക്ക് ആരുമില്ലാത്ത രീതിയിലാവും. നിങ്ങൾ ടെൻഷനാകല്ലേ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ശേഷിയൊന്നുമില്ല ഇക്ക. പ്ലീസ് നിങ്ങൾ സമാധാനത്തിൽ കിടക്കേ. ഹഫ്സ, ഈ പേടിക്കല്ലടി. പുത്തൻ വീട് തറവാടുള്ളിടത്തോളം കാലം എൻ്റെ കുട്ടികളെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഐഷുമ്മാക്ക് വേണ്ടി തോരുന്നോളി. ഐഷുമ്മാക്ക് ദീർഘായുസ്സും ആഫിയത്തും ഉണ്ടാകാൻ വേണ്ടി തോരുന്നോളി. അതെ, അങ്ങനെ ആ പിതാവ് ഉറങ്ങിപ്പോയി. ഹഫ്സ പ്രാർത്ഥിച്ചു, റബ്ബേ അല്ലാ, ആരുമായി തെറ്റി നിൽക്കണമെന്ന് ആഗ്രഹമില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നോട്ടെ. അതെ കുഞ്ഞിക്കതിയാത്ത, ഇവരോട് കൂടെ ജീവിക്കുന്നതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പ്രശ്നങ്ങളില്ലാതെ നല്ലൊരു ജീവിതം, അതാണ് റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇക്കയുടെ ജീവിതത്തിൽ ഒരിടം എനിക്ക് തന്നാൽ മതി. എനിക്ക് ഇക്കയെ മുഴുവനായിട്ട് വേണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കയുടെ പൊന്നു മക്കളെയും ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതൊന്നും റബ്ബേ എനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല. പഠിച്ചവനെ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ മതി. അവൾ അതോർത്തു. അതെ കുഞ്ഞിക്കതിയാത്ത എന്നെയും മക്കളെയും പിടിച്ചു വലിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് തൻ്റെ ഇക്കയുടെ നിന്ന് മാത്രം പറഞ്ഞ ആ വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. സത്യമായിട്ടും ആ കൊച്ചുകുടിൽ അതൊരു സമാധാനമായിരുന്നു. ഇപ്പോൾ ശരിയാണ്, സമാധാനമില്ലായിട്ടല്ല. എങ്കിലിപ്പോൾ ഇത് റെൻറ്റിനൊക്കെ ഉള്ള വീടാവുമ്പോഴും പിന്നെ ഷമ്മാസിൻ്റെ കെയർ ഓഫിലാവുമ്പോഴും വല്ലാത്തൊരു വിഷമം തോന്നുന്നു. കാരണം പഠിച്ചോനെ, ഒരാൾ ഔദാര്യത്തിൽ ജീവിക്കുക എന്നൊക്കെ വെച്ചാൽ അതൊരു സങ്കടമുള്ള കാര്യമല്ലേ? ഇക്കയുടെ നല്ലൊരു വീട് അവിടെ ചെറുതാണെങ്കിലും കൊച്ചു കുടിലാണെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെയുള്ള സമാധാനമായിരുന്നു. എന്താ ചെയ്യുക, ആ വീട്ടിൽ പോലും നിൽക്കാൻ അവർ സമ്മതിച്ചില്ല. സാരല്ല, എന്തായാലും ഷമ്മാസിൻ്റെയൊക്കെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ഭർത്താവിന് പള്ളിയിലേക്ക് പോകുവാൻ തന്നെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇക്ക, ഇക്ക, ആ ഇക്ക, ബാങ്ക് കൊടുത്തു. എന്നും തഹജ്ജുദ് നമസ്കരിക്കുന്ന നിങ്ങൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞാൻ വിളിച്ചതുമില്ല. ഇക്ക, പള്ളിയിൽ പോവണ്ടേ? അഫ്സ, എടി എനിക്ക് സമാധാനമല്ലടി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യനെ കൊണ്ട് ഞാൻ ഇടങ്ങാറായിക്കണ്. എന്തൊക്കെയാണ് അവൾ വിളിച്ചു പറഞ്ഞത്? എൻ്റെ മക്കളെ മുഴുവൻ അവൾ കേടുവരുത്തി. ഇക്ക, അതൊന്നും സാരമില്ല. നിങ്ങൾ എഴുന്നേൽക്ക്, വരി, നിങ്ങളെ ഞാൻ പിടിക്കാം. നേരേതാ അദ്ദേഹത്തെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. വേണ്ടടി, ഞാൻ പോയിക്കോളാം. അല്ല, ഞാൻ പോയിക്കോളാം. അങ്ങനെ ഏതാ ആ വേണ്ടിക്ക, ഞാൻ പിന്നെ എന്തിനാ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, അതിനെന്താ? ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിനും ഹെൽപ്പിന് വേണ്ടിയിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ വിഷമിക്കല്ലേ. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അതാ മുഖമെല്ലാം കഴുകി കൊടുത്ത് ഫ്രഷാക്കി എടുത്തു. എന്താ ഉളൂഹ് ചെയ്തോളി, നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കഴിയൂലേ? ഞാൻ പോട്ടടി പള്ളിയിലേക്ക്. മരിക്കുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് മരിക്കാമല്ലോ. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. അല്ല, എനിക്ക് പേടിയാവുന്നു. പഠിച്ചോനെ, നിങ്ങളെന്നാ ഇവിടെ നിന്ന് നിസ്കരിച്ചോളുന്നേ, സുഖമില്ലാതെ പോകണോ? അല്ലടി, ഞാൻ പോട്ടെ. അങ്ങനെ അതാ ആ പിതാവ് പോകുകയാണ്. ഹഫ്സ ശരിക്കും ഭയപ്പെട്ടു. പഠിച്ചോനെ, കാത്തു രക്ഷിക്കല്ല. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞ ആ ഒരു ആയത്തുകളും അവൾ ഓതി. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിന് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നല്ലാ.
പഠിച്ചോനെ മലക്കുകളുടെ സഹായം നീ നൽകല്ല, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. നേരെ പള്ളിയിലേക്ക് അതാ ആ പിതാവ് പോയി. എന്നാൽ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നില്ല. പിതാവ് ചായയും കടിയും എല്ലാം ഉണ്ടാക്കി എല്ലാ മക്കൾക്കുമൊക്കെ കൊടുത്തു. ഉപ്പയെ കാണുന്നില്ലല്ലോ. ഉപ്പ എവിടെ പോയി? പഠിച്ചോനെ, അല്ല എവിടേക്ക് പോയത്? ഉമ്മ, ഉപ്പച്ചി ഇപ്പം വരുമായിരിക്കും. അല്ല, അതെ, ഇക്കയുടെ 2 മക്കൾക്കും തൻ്റെ 3 മക്കൾക്കും 5 മക്കൾക്കും ഒരുപോലെ ഭക്ഷണമെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ അവരെ കുളിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇത്രയായിട്ടും കാണുന്നില്ല. പഠിച്ചോനെ, എവിടെയായിരിക്കും? അല്ലാ റബ്ബേ, പള്ളിയിലേക്ക് പോയതാണ്. സുഖമില്ലാത്ത അവസ്ഥയായിരുന്നു. എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. പെട്ടെന്ന് അതാ ഐഷമ്മയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, കുഞ്ഞിക്കതി അത് വേണ്ട പഠിച്ചോനെ, പേടിയാണ്. വെച്ചേക്കില്ല. ഐഷമ്മയുടെ വീട്ടിലേക്ക് എന്താ ഇനിയിപ്പോൾ സൗദി എവിടെയാണ് എനിക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ തന്നെ അതെ, ഇക്കയുടെ ഫോണിലേക്ക് ലാസ്റ്റ് വന്ന ആ നമ്പർ, വിളിച്ച നമ്പറിൽ നോക്കട്ടെ. ആ, ഇതിലേക്കൊന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ. റബ്ബേ, ഇനി ഇതിപ്പോൾ ആരുടെ നമ്പറായിരിക്കും? എന്തായാലും ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കട്ടെ. എന്നാൽ പാവം അറിഞ്ഞില്ല അത് കുഞ്ഞിക്കതിയുടെ നമ്പറാണെന്ന്. ഫോൺ ബെല്ലടിക്കുന്നു. അവർ ഫോൺ എടുത്തു. ഹലോ. ശരിക്കും ഒരു ആണിൻ്റെ ശബ്ദം പോലെയായിരുന്നു അത്. ആരത്? എന്താ മിണ്ടാതെക്കണത്? ഹലോ, അതെ, ഇക്ക അവിടെ ഉണ്ടോ? ഇക്കേ? ഏതിക്ക? അത് കുട്ടികളുടെ ഇക്ക, സൗദൻ്റെ ഉപ്പ. സൗദൻ്റെ ഉപ്പ? ഈ ആരടി? ഈ ആരാ? ഈ ആരെ വിളിക്കാൻ? അത് ഇങ്ങോട്ട് പറയ്. ഈ ആരാടി? എൻ്റെ മാപ്പിളനെ ഈ പാട്ടിലാക്കിയ പെമ്പറന്നോളല്ലേ ഈ? അല്ല, ഞാൻ അങ്ങനെയല്ല. അത് അദ്ദേഹത്തെ കാണുന്നില്ല, അതാ ഞാൻ വിളിച്ച് ചോദിച്ചത്. അദ്ദേഹത്തെ കാണൂലടി, എവിടെങ്കിലും വീണ് കിടക്കുന്നുണ്ടാവും മരിച്ച്. പോയി എടുത്ത് മണ്ണിട്ട് മൂടടി, ലക്ഷണം കെട്ടവളെ. ശരിക്കും അതാ ഹഫ്സ ഞെട്ടിപ്പോയി. റബ്ബേ, ഒരു ഭർത്താവിനെ കൊണ്ടാണല്ലോ എങ്ങനെ പറയുന്നത്? അതെ ഇത്ത, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. അവരെ കാണുന്നില്ല. ഞാൻ അവസാനം വന്ന നമ്പറിലേക്ക് വിളിച്ചു നോക്കിയതാണ്. ഓളെ മോങ്ങൽ കേട്ടാ വിചാരിച്ചും എടി, എൻ്റെ മാപ്പിള മയ്യത്തായിട്ടുണ്ടാവും. അങ്ങോട്ട് ചെന്നൂടിച്ച് പള്ളിക്കാട്ടക്ക്, അവിടെ പോയാൽ കിട്ടും. ശരിക്കും ഭയപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു അവർ പ്രയോഗിച്ചിരുന്നത്. അവൾ ഫോൺ കട്ട് ചെയ്ത് പൊട്ടിക്കരഞ്ഞു. അതേ, വിളിച്ചാണ് മൂപ്പരെ മറ്റോള്, രണ്ടാമത്തോളെ ഇക്കേ കാണുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചാണ്. എന്താ സാധനങ്ങളെന്ന് ഇറക്കി വിട്ടേന്നെ. കാലൊടിച്ചണം ഓളുടെയൊക്കെ. എന്താ ഓളൊക്കെ മാഞ്ഞാളെന്നോ, വല്ലാത്തൊരു ജന്തുക്കൾ തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ പുതിയാപ്പിള്ളയും വാക്കിച്ചിട്ട് ഓളപ്പോത്തിന് എന്നെ കൊണ്ടാന്ന് നിൽക്കണം. വല്ലാത്തൊരു സാധനം തന്നെ. വെറുതെ വിടൂല, സമ്മതിക്കൂല നല്ല മട്ടത്തിൽ ജീവിക്കാൻ. എവിടുന്നോ വലിഞ്ഞു കയറി അണ്ണാച്ചി പെണ്ണുങ്ങളെയും കെട്ടിക്കൊണ്ടു നിൽക്കണ് എൻ്റെ ബാപ്പ. ഉമ്മ ആരാ? അതാരും അല്ലടി, എൻ്റെ ബാപ്പാൻ്റെ മറ്റോളെ. ഓളാ വിളിച്ചത്. കണ്ണി കണ്ട അണ്ണാച്ചി പെണ്ണുങ്ങളെയും കെട്ടി വലിച്ച് ഇങ്ങോട്ട് കൊടുന്നിക്കണേ ഈ പെരയ്ക്ക്. ഇവിടെ ഞാൻ ആട്ടങ്ങോട്ട് വിട്ടു. ഉമ്മ, അതൊക്കെ ശരി തന്നെയാണ്. ഉപ്പാക്ക് മറ്റൊരു പെണ്ണുണ്ടെങ്കിലും അത് ഉമ്മാനെ പോലെ തന്നെ അവകാശമുള്ള പെണ്ണ് തന്നെയാണ്. അതല്ലാതെ 2 ഭാര്യമാരൊരുപോലെ നോക്കിയില്ലെങ്കിൽ അവരുടെ ഒരു തോള് ചെരിഞ്ഞുകൊണ്ടായിരിക്കും മൈഷറയിലേക്ക് വരാമെന്ന് ഇന്നാൾ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടേക്കണ്. ഒരു വല്യാള് പഠിപ്പിച്ചിട്ട് എന്നാടി ഇത് നന്നായത്? ഇതെന്നാ നന്നായത്? ജിന്നെ വല്ലാതെ അങ്ങോട്ട് പഠിപ്പിച്ചാൻ വരണ്ടേ. എന്താന്നില്ലേ, ഒരു ഫോണ് വിളിച്ചേക്കണ് ഒരു പമ്പറിനോള്. എന്തേടി ഇജ്ജ് ഓലോടെ കൂടെ പോയി പാർത്തൊക്കെ ചെയ്തിക്കണില്ലേ? ഞാൻ അറിയായിട്ടൊന്നല്ല, അല്ലെങ്കിൽ എനിക്ക് പെറ്റ തള്ളനേക്കാൾ ഇഷ്ടം ഓലോടാണ്. ഉമ്മ, അത് പെറ്റ തള്ളനേക്കാൾ ഇഷ്ടം നിങ്ങളോട് എങ്ങനെ അവരോട് തോന്നാതിരിക്കും? കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്വഭാവം അങ്ങനെ. നിങ്ങളോ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടും ശപിച്ചുകൊണ്ടുമാണ്. നന്നാവില്ല എന്ന് തന്നെ നിങ്ങൾ തൊള്ളിന്ന് വരുള്ളൂ. പിന്നെ നല്ല ചിലക്ക് ജീവിക്കാൻ സമ്മതിക്കൂല. എടി, എൻ്റെ ബാപ്പ എന്താ പറഞ്ഞതെന്നോ? എൻ്റെ അതേ സ്വഭാവം ഇജ്ജ് എൻ്റെ മക്കളെയും പഠിപ്പിക്കുകയാണില്ലേന്ന്. പുതിയാപ്പള്ളിനൊപ്പം നിൽക്കണ ഇഷ്ടമില്ല, എന്നാലോ ഓലെ വെറുപ്പിച്ചുകൊണ്ട് തന്നെ നിൽക്കും. അതേ സ്വഭാവം എൻ്റെ മാപ്പിള്ളി ഇജ്ജ് എൻ്റെ മക്കളെയും പഠിപ്പിച്ചാണല്ലേന്ന് എൻ്റെ ബാപ്പനോട് പറഞ്ഞത്. എന്താണെന്നില്ലേ, തന്തൻ്റെ നാവിനൊരു കുറവില്ല പ്രായമായിട്ടും. എന്നാലും ഉളുപ്പുണ്ടോ? ഒന്നുമില്ലെങ്കിൽ
ചെറുപ്രായക്കാരത്തി പെണ്ണിനെയും കെട്ടി ജീവിക്കുന്ന വല്ലാത്തൊരു പുതുമ. എല്ലാത്തിനും ചൂടുക വേണ്ടിയത് പോയിക്കാണ്ട്. ഉമ്മ നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ. എന്താടി പുത്തൻ വീട് തറവാട്ടിലേക്ക് പോയി പോയി ഇപ്പം എൻ്റെ സ്വഭാവം പറ്റാൻ മാറിയിരിക്കണല്ലോ. അല്ലെങ്കിലും ഇപ്പം എന്താ എൻ്റെ സ്വഭാവത്തിന് കുഴപ്പം? എന്താന്നല്ല എൻ്റെ ഫോണും ഇത് നിങ്ങൾക്ക് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഇറങ്ങി പോടി അവിടുന്ന്. എന്നോട് എത്രയോ ഞാൻ പറഞ്ഞിരിക്കണേ ഇറങ്ങിപ്പോയിക്കോ. ഇജ് ഇത്ര എന്നെ ആട്ടിയിട്ടും ഇവിടെ നിൽക്കാൻ എനിക്കൊരു ഉളുപ്പില്ലല്ലോ. ഉളുപ്പുണ്ട് എനിക്ക്. എന്നാൽ ഹസീന ഇറങ്ങി നിന്നു. ഉമ്മ താത്താനെ പുറത്താക്കണം, ഇവിടെ നിർത്തിയാൽ പറ്റൂല, നമ്മളെ സുഖസൗകര്യങ്ങളൊക്കെ ഇവർ നശിപ്പിക്കും. കാരണം എന്തിനോ വേണ്ടി വന്നുകൂടിയതാണ് താത്ത. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടി വലിച്ചു കൊടുക്കുന്നത്? നിങ്ങളെ പണി തന്നെയാണത്. വല്ലാത്തൊരു പുതുമാണ്ട് ഇറക്കി വിട്ടൂടെ. ഒന്ന് തിന്നാനും കുടിച്ചാനും കൊടുക്കല്, വാതിലടിച്ചാണ്ട് ഇടി. അതാ വേണ്ടിയത്. പൊടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടണം. ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നിക്കണ്. എൻ്റെ മാപ്പിള എടുത്ത പേരാറിനും കൊണ്ട് നാണില്ലല്ലോ. ഹസീന എടി ഇജ് എന്ത് കരുതിയിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണത്? എനിക്കെന്താ ഇവിടെ പുല്ല് വില? എന്നെ പുത്തൻ വീട്ടിലേക്ക് കെട്ടിച്ചുകൊണ്ട് തന്നെയല്ലേ ഇത് ഇങ്ങനെയൊക്കെ കിട്ടിയത് നിങ്ങൾക്ക്? ഇത്രയും വലിയ വീടും ഇതൊക്കെ. എന്നിട്ട് ഇപ്പോൾ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ മനുഷ്യരെ നിങ്ങൾ പുറത്താക്കി വിടല്ലേ? എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഉണ്ടായിട്ട് ഇവിടെ നടക്കണില്ല, അതാണ് അല്ലേ നടക്കണത്? ദയവായി ഒന്നും മിണ്ടാതെക്കോ. നിങ്ങൾ ഈ ഭ്രാന്തിത്യളമാതിരി ഒച്ചപ്പാടുണ്ടാക്കി ഞാൻ പോലീസിന് വിളിച്ചാൽ നിങ്ങളെ പിന്നെയും കുതിരവട്ടത്ത് കൊണ്ടുപോയിപ്പിച്ചിട്ടാ. വേണ്ടാത്തതിനെ കണ്ട് പിടിച്ച് വലിച്ച് ഉമ്മാൻ്റെ പണിയാണിത്. ഈ തള്ളക്ക് തീരെ ഒരു ബുദ്ധിയില്ലേ? അതിനും കെട്ടി വലിച്ചാൽ ഇങ്ങോട്ട് കൊടുത്തിക്കണേ. പൊന്നാര പെമ്പറന്നോളെ ഞാനും കൊടുന്നതല്ലേ, ഓളുകൊണ്ട് വന്നതാണ്. അത്രേ ഇടയ്ക്ക് ഇറക്കി കൊടുത്തു പുത്തൻ വീട് തറവാട്ടിന് മുമ്പിൽ. ചുരുക്കി പറഞ്ഞാൽ സൗദയും ഉമ്മയും അനിയത്തിയും നല്ല തല്ല് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. 3 പെണ്ണുങ്ങളും കച്ചറ കൂടുകയാണ്. ശരിക്കും അയൽവക്കക്കാർക്കൊക്കെ അത് വല്ലാത്തൊരു വിഷമാണ്. റജിനത്തെ പറഞ്ഞും ചെയ്ത്. എന്താന്നാവോ അവിടെ ഇത്ര വലിയ ഒച്ചപ്പാട്? ഇത് വരാൻ ഒച്ചപ്പാടില്ലേനോ? അപ്പോഴേക്കും അവിടെ തൊട്ടടുത്തുണ്ടായ ആ താത്ത റജിനയുടെ അടുത്തേക്ക് വന്നിക്കണേ. എടീ അവിടെ വലിയ ഒച്ചപ്പാട്, ഞാനൊന്ന് പോയോക്കട്ടെ എന്തൊക്കെയാവും. കുഞ്ഞിക്കതിയാ ആ വരുന്നുണ്ട് തള്ള. എന്താ കുഞ്ഞിക്കാദ്യ ഇവിടെ വലിയ ഒച്ചപ്പാട്? എന്നാൽ പെട്ടെന്ന് ഹസീന മുന്നിലേക്ക് വന്ന് പറഞ്ഞു, അതെ താത്താക്ക് പിരാന്താണ്. താത്താനെ കുതിരവട്ടത്തുനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാണ്. തീരെ താത്താക്ക് മാനസികപരമായി മണ്ടാണ്, പിടിച്ച് വെക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ മാനസികമായിക്കാണ് താത്താക്ക്. കാരണം മാപ്പിള വിളിച്ചിട്ടും പറയട്ടൊക്കെ അങ്ങനെ മാനസികമായിട്ട് ഇങ്ങോട്ട് കൊടുന്നതാണ് ആശുപത്രിയിൽ നിന്ന്. പിരാന്തും പിടിച്ച മൂച്ചി പിരാന്തേക്കും അതന്നേക്കും ഉമ്മട്ടം ഇങ്ങനെയൊക്കെ പറയണത്. വല്ലാത്തൊരു പുതുമൻ, എന്തോരം നല്ലൊരു കുട്ടിയേനു. ആ പമ്പറന്നോക്ക് മൂച്ചി പിരാന്തുമായ തമ്പുരാനെ. ഇതാണ് പറഞ്ഞത്, നമ്മൾ നിൽക്കേണ്ടോടത്ത് നിൽക്കണം. പുതിയാപ്പൻ്റെ കുടിയിൽ നല്ല മട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കണം, കുറച്ചൊക്കെ ക്ഷമിച്ച്. അവിടുന്ന് ഇങ്ങോട്ട് പാഞ്ഞു പോന്നാൽ ഓല കണ്ണീര് തട്ടും. പുതിയാപ്പിളാരെ കണ്ണീര് തട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതം നന്നാവില്ല. ഉമ്മാരെ കണ്ണീരും അങ്ങനെ തന്നെ. ഉമ്മാരെ കണ്ണീരും പുതിയാപ്പിളാരെ കണ്ണീരും ഉസ്താവന്മാരെ കണ്ണീരും ഒന്നും തട്ടാൻ പാടില്ല. തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം വല്ലാതെ കുണം പിടിച്ചൂല. ഏതായാലും വല്ലാത്തൊരു പുതുമ. അല്ലാ, ഏതായാലും അങ്ങനെ ആ താത്ത അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് നേരെ ചെല്ലുന്നത് അതാ റജിനത്തയുടെ വീട്ടിലേക്ക്. റജിന ആ താത്ത ഇങ്ങോട്ട് പോരി. എടി കുറച്ച് ചായൻ്റെ വെള്ളം ഇങ്ങോട്ട് ചൂടാറ്റി വെച്ചൂട്, ഞാൻ ഇപ്പം കണ്ട് വരാം. എന്താ പറയുക, ഈ ചൂടുകൊണ്ട് ഇങ്ങോട്ട് ബസർത്ത് ഇങ്ങനെ ഒലിച്ചാണ്. അതിലിപ്പോൾ ഈ ഫാൻ്റെ ചോട്ടിൽ നിന്ന് മനുഷ്യനെ ഇടങ്ങാറായി. പണ്ടൊക്കെ ആണെങ്കിൽ വീസിപ്പാളേനു, അതിങ്ങനെ പാള വെട്ടി ഉണ്ടായിക്കാണ്ടേ അതിങ്ങനെ വീസിക്കാണ്ട് ഇങ്ങനെ കുത്തിറക്കുമ്പോൾ വല്ലാത്തൊരു സുഖേന്. ഇപ്പം അതൊന്നല്ലല്ലോ. ഇപ്പം ഈ കറണ്ടിന് തിരിയണ പങ്കുണ്ടല്ലോ, അതിൻ്റെ ചോട്ടിനാണ് നീച്ചു വരാൻ വെച്ച. എത്താണ് ചൂട്, വല്ലാതെ കണ്ട് ബസർത്ത് ഇങ്ങനെ ഒലിച്ചണേ. എത്ര കുളിച്ചിട്ടും ഒരു കാര്യമില്ല. കുളത്തിൽ അങ്ങനെ മുങ്ങിക്കെടുക്കണം തോന്നും, കുളത്തിലാണെങ്കിൽ വെള്ളമില്ല. ഏതായാലും വല്ലാത്തൊരു കാലം. ഇപ്പോഴത്തെ ചൂടാണെങ്കിൽ വല്ലാത്തൊരു പെരുഞ്ചാതി ചൂട്. ഇങ്ങോട്ട് പോര് താത്ത, ഇവിടെ AC ഇട്ടിക്കണ്, ഇവിടെ ഇരിക്കാം. ശരിക്കും റജിനത്തെ വിളിച്ചു. ഇവിടെ പിന്നെ തണുപ്പിച്ചിന് എന്തറൊക്കെ ഉണ്ടല്ലേ. ഇതിൻ്റെ മുമ്പിൽ എൻ്റെ അമ്മ എന്തോ ഒരു സുഖമോ, വല്ലാത്ത അതിസുഖം. ഇങ്ങതക്കടി എന്തോ ഒരു സുഖമല്ല. ഇതിൻ്റെ ചോട്ടങ്ങ് നിൽക്കുക. പൊന്നാര താത്തങ്ങൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാലോ. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മക്കൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇവിടെ എല്ലാ റൂമിലും ഇങ്ങനെ കിട്ടും. നിങ്ങളിങ്ങോട്ട് പോന്നോണ്ടി. എടി ഞാൻ പോരുമൊന്നുമല്ല. പോയി കഴിഞ്ഞാൽ ഈ പിത്തിനൊക്കെ പസാദൊക്കെ നേരം ഉണ്ടാവില്ലല്ലോ. പിന്നെ അവിടുത്തെ ആ പൊമ്പറന്നോളുണ്ടല്ലോ സൗദ, എൻ്റെ ഏട്ടത്തിൻ്റെ മോൻ കെട്ടിയേ, ഓൾക്ക് മൂച്ചി പിരാന്താ. എന്താ നിങ്ങളീ പറയണത്? ഓൾക്ക് വയറുവേദന കയറ്റിയില്ല, അഡ്മിറ്റൊക്കെ ആയിരുന്നല്ലോ. മൂച്ചി പിരാന്തായിട്ട് പിടിച്ച് വെച്ചിരിക്കണല്ലോ, അതാണല്ലോ അവിടെ വരൂ ഒച്ചപ്പാട്. വല്ലാത്തൊരു പുതുമ, എന്തോരം നല്ല കുട്ടിയേനു.
ഏതായാലും ആ തള്ള കേടെടുത്തി തന്നെയാണ് തള്ള അമ്മട്ടം കാട്ടിക്കൂട്ടി കേടെടുത്തി. എന്താ താത്ത നിങ്ങളീ പറയണത്? ആടി അതാണ് അവിടെ ഒച്ചപ്പാടേ. ഏയ് അതൊന്നും ആവില്ല. ഓല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ വെക്കാനും കൂടിയിരിക്കും. പിന്നെ പെണ്ണുങ്ങൾ കൂടുമ്പോൾ ആണുങ്ങളെ പോലെ ആയിരിക്കില്ലല്ലോ. ഏതായാലും വല്ലാത്തൊരു പുതുമ. എടി വല്ലാത്ത ആദ്യം തണുപ്പ്. ഇവിടെ ഒന്ന് ചായൻ്റെ വെള്ളം ചൂടാറിയിക്കണ ആ താത്ത അതാ കുറഞ്ഞ മകരം മതിട്ടാ, കൂടുതൽ പറ്റൂല. ആ ഏതായാലും നല്ല സുഖം ഇട്ട ഇവിടെ വെക്കാൻ. ഇങ്ങനത്തെ പെരയിലൊക്കെ കുട്ടികൾ എത്തിപ്പെട്ടാലും സുഖം തന്നെയല്ലേ. എനിക്കൊന്നും പിന്നെ ഇതിനുള്ള ഭാഗ്യമൊന്നുമില്ല. അതിനെന്താ താത്ത നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരി, കെടുക്കാനൊക്കെ ഇങ്ങോട്ട് പോരി. എടി കെടുക്കാൻ പോരുന്നൊന്നുമല്ല, എനിക്കിപ്പോൾ എത്ര പെരയിലെത്തണം ദിവസം അതിങ്ങനെ പൊട്ടിപ്പാടി നടക്കണ്ടേ, അതല്ല എൻ്റെ ഒരു ഇത്. ഞാൻ ഏതായാലും ഇറങ്ങട്ടെ. നിങ്ങൾ അടിക്കാൻ ചായൻ്റെ വെള്ളം അതാ അവർ വലിച്ചു കുടിച്ചു. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. റജിനത്ത പറയുന്നു. എന്തേടി? അതെ, ഇനി സുഖമില്ല പിരാന്താന്നൊന്നും നിങ്ങൾ എല്ലാ വീട്ടിലും പോയി പറയണ്ടട്ടാ. കാരണം മനുഷ്യന്മാരല്ലേ, നമുക്ക് എപ്പോഴും അസുഖം വരികയെന്ന് പറയാൻ പറ്റൂല. നമ്മൾ ഇന്ന് നല്ല ജയിൽക്കാണെങ്കിൽ നാളെ എങ്ങനെ നമ്മൾ അവസ്ഥ അള്ളാഹ്ക്കേ അറിയുള്ളൂ. കാരണം ഒന്നുമില്ലാത്ത ആളുകൾ എത്രയോ ഭ്രാന്തന്മാരായൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ഓരോന്ന് നമ്മളെ തല തിരിയൽ. അതുകൊണ്ട് നിങ്ങളിത് ആരോടും പറയണ്ടട്ട. ഞാൻ ആരോട് പറയാൻ? പറഞ്ഞാലും ഇപ്പം എത്താ ഓല കേസല്ലേ. എനിക്കടി പറയാഞ്ഞൊരു പൊറുതിയാടാണ്. ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ അപ്പുറത്തേക്കൊന്ന് പോകണം പറയാൻ ഞാൻ പൊറുതിയാടാണ്. ഏതായാലും ഓൾക്ക് മൂച്ചി പിരാന്തായത് ഇവിടെ നാട്ടിൽ മൊത്തം പാട്ടാകും വൈകാതെ തന്നെ. പൊന്നാര താത്തങ്ങളൊന്നും ഇനി പറഞ്ഞ് നടക്കണ്ട. കാരണം പഠിച്ചോനെല്ലാം കാണുന്നുണ്ട്. നമ്മളങ്ങനെ ഒരാളെ കുറിച്ച് അങ്ങനെ ഉള്ളോ ഇല്ലാത്തൊന്നും പറഞ്ഞ് നടക്കാൻ പാടില്ല. ആയിക്കോട്ടെ പറയണമെന്നില്ലയോ. ഞാൻ ഇവിടെ നിന്നാണ്ട് ഇറങ്ങട്ടെ എന്നാൽ. അങ്ങനെ ആ താത്ത അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ശരിക്കും റജിനത്താക്ക് ടെൻഷൻ കൂടി. പഠിച്ചോനെ നവാസിൻ്റെ പെണ്ണുങ്ങൾക്ക് സുഖമില്ല മാനസിക എന്നൊക്കെ നീ എല്ലായിടത്തും പറഞ്ഞ് നടക്കുമോ എന്തോ അറിയില്ല. പഠിച്ചോൻ കാക്കട്ടെ. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിൽ. അതെ, സൗദയുടെ ഉപ്പ ഷമ്മാസിൻ്റെ കൂടെ നേരെ പള്ളിയിൽ നിന്ന് അങ്ങോട്ടാണ് പോയിരുന്നത്. മോനെ എനിക്ക് വീട്ടിലേക്കൊന്ന് വരണം. ഉപ്പ എന്നാൽ കയറിക്കോളി. അങ്ങനെ അവരവിടെ എത്തിയിരുന്നു. ശരിക്കും അതാ ആ ഐഷമ്മയുടെ മുമ്പിൽ സൗദിയുടെ ഉപ്പ കരയുകയായിരുന്നു. എന്താ ചെയ്യുക, എൻ്റെ മക്കളൊക്കെ നല്ല മട്ടത്തിനാണ് ഞാൻ വളർത്തിയതൊക്കെ. ഓളായിട്ട് കേടുവരുത്തുക എൻ്റെ കുട്ടികളെ. എന്താ ചെയ്യുക. ഏതായാലും എൻ്റെ കുട്ടികളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് സംഭവിച്ചാലും നിങ്ങളൊന്നും പേടിക്കില്ലേ. അതൊക്കെ പഠിച്ചവൻ്റെ അടുത്തല്ലേ. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾ കൂടെ ഉണ്ട്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഓളെയും കുട്ടികളും ഞാൻ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും ആ പിതാവിൻ്റെ കണ്ണുനീര് ഐഷുമ്മയുടെ മനസ്സിനെ വല്ലാതെ അലിയിച്ചു. എൻ്റെ മോള് സൗദ, ഓളിപ്പോൾ സ്വഭാവമൊക്കെ ആകെ മാറി അല്ലേ. ഓളിപ്പോൾ ഞാൻ പറഞ്ഞോടത്തൊന്നും പിടിച്ചാൽ കിട്ടൂല കുട്ടികളെ. വലുതായി കഴിഞ്ഞാൽ ഓൽക്കൊക്കെ ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ. ഏതായാലും നിങ്ങൾ പൊറുക്കണം. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓളെന്തെങ്കിലും വേണ്ടാത്ത ഇവിടുന്ന് കാട്ടിക്കൂട്ടിക്കണമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. സൗദിയുടെ പിതാവ് കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാൽ നുസൈബക്കും വല്ലാത്ത വിഷമമായത്. ഉമ്മ പാവല്ലേ അവർ. എന്നാൽ ഷമ്മാസിനകത്ത് അതിലേറെ. കാരണം ഷമ്മാസ് ആണ് അവരെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് കരുതിയത്. കാരണം ഇവിടെ വന്നാൽ വീണ്ടും പ്രശ്നമാകും എന്ന് കരുതിയിട്ട് ഷമ്മാസ് തന്നെ അത് മൈൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. മോനെ ഷാമോനെ, നിങ്ങളോടൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കണമെങ്കിൽ ക്ഷമിക്കണട്ടാ. ഞാൻ എൻ്റെ കുട്ടിക്കും വേണ്ടി ക്ഷമ ചോദിക്കുന്നു. എന്നാൽ ഈ സമയം ഐഷുമ്മയുടെ ഫോണ് ബെല്ലടിക്കുന്നു. ആരാ നിശ്ചയം നോക്കാം. ഉമ്മ ഇത് ഹഫ്സത്താൻ്റെ നമ്പറാണ്. ഇങ്ങോട്ട് കാട്ടിക്കാം. ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ കുട്ടിയേച്ചി കരയണത്? ഉമ്മ ഇക്ക അവിടെ ഉണ്ടോ? കുറേ നേരമായി പോയിട്ട്. വലിയ കോൾ ഇവിടെ ഉണ്ട് കുഞ്ഞേ. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടാ. ഓരേ പള്ളിക്ക് നേരാണ്ട് പോകുന്നതാണ്. മൂപ്പർക്ക് എന്തൊക്കെയോ സങ്കടം പറയണ്ട. ഇവിടെ വന്നു പറഞ്ഞപ്പോഴേ കുറേ കണ്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ കരയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അത് പഠിച്ചവനോട് നമുക്ക് പറയൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തോണ്ട് ഞങ്ങളെ കൈയിടണോടത്ത് പഠിച്ചവൻ്റെ ഹയറും വർക്കത്ത് നമുക്ക് ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഉമ്മ ആണോ? സത്യം അൽഹംദുലില്ലാ. ഞാൻ ആകെപ്പാടെ ടെൻഷനായി. കാരണം ഇന്ന് സുബൈക്ക് പോകുമ്പോൾ തന്നെ സുഖമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞങ്ങൾക്ക് ആരോ ഉമ്മ ഉണ്ടാകുക. പൊന്നാര പെണ്ണജ്ജ് കരയല്ലേ, ഇജ്ജ് വിഷമിക്കല്ലേ. നമുക്കൊക്കെ പഠിച്ചോ ഇല്ലടി. ഒരാളെ കണ്ടിട്ട് ഒരാളെ നമ്മളാരും നമ്മളെ പടക്കൂല. ഒരാളെ കണ്ടിട്ട് എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ പിന്നെ ഒന്നും വിചാരിക്കണ്ട. എൻ്റെ പുതിയാപ്പിളത് അവിടെ ഉണ്ട്, ഞാൻ കൊടുക്കണോ?
നോക്കി നിങ്ങൾ ഫോണൊന്നും എടുക്കാതെ പോന്നിക്കണില്ലേ പാവം, ഓളവിടെ ഇടങ്ങാറയിക്കണേ. ആര്? ആ, അത് ഇവള് ഹഫ്സ ഇറങ്ങാറയിക്കണ്. ഇതാ ഒന്ന് വർത്താനം പറഞ്ഞു, രണ്ട് വർത്താനം. ഹലോ ഇക്ക, നിങ്ങൾ എവിടെയെന്ന് ഞാൻ വിചാരിച്ചു, ഒരുപാട് സങ്കടപ്പെട്ടുക്ക. ഞാൻ ഇന്നലെ വന്ന ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കി, നല്ല ചീത്തയായിരുന്നു കിട്ടിയിരുന്നത്. ഹഫ്സ, നീ എന്തിനാ മോളെ വിളിക്കാൻ നിന്നത്? സാരമില്ല, ഏതായാലും ഞാനും നിങ്ങൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്പറിലേക്ക് വിളിച്ചു നോക്കിയതാണ്. എന്തൊക്കെയോ പറഞ്ഞിക്ക. സാരല്ലടി, ക്ഷമിച്ചോ, ക്ഷമിക്കുന്നവരുടെ കൂടിയാണ് അള്ളാഹു. ഞാൻ ഇവിടെ പുത്തൻവീട് തറവാട്ടിലുണ്ട് കേട്ടോ. മനസ്സത്തെ വിഷമങ്ങളൊക്കെ ഇവിടെ വന്നൊന്ന് പറഞ്ഞാലേ, ഐഷുബാൻ്റെ മുമ്പിലൊന്ന് പറഞ്ഞാലും എനിക്ക് സമാധാനം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതായാലും നീ സമാധാനമായിട്ടിരിക്കുക, ഞാൻ ഇവിടെ ഉണ്ട്. ഹായിക്ക, അല്ലാഹ് അൽഹംദുലില്ലാ. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ ഈ സമയം ഐഷുമ പറഞ്ഞു, പൊന്നാരെ ഇക്ക, നിങ്ങൾ ഇങ്ങനെ പാവ ആ പെണ്ണിനെ ബേജാറാക്കൊന്നും വേണ്ടേ കേട്ടോ. അതിനകത്ത് ഇപ്പം എന്താ, ഒരു ബേജാറിലും ആക്കണ്ട. പിന്നെ സൗദ ഓളെ വീട്ടിലേക്കാണ് പോയിക്കണം, ഓളെ അമ്മാൻ്റെ അടുത്തേക്ക് ഉമ്മ കൂട്ടിക്കൊണ്ടേക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടത്. ഏതായാലും ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഓൾ നിൽക്കണേ നിന്നോട്ടെ. കാരണം അവൾക്ക് നല്ലൊരു, ഓൾക്ക് മാണ്ടി എടുത്ത പെരയും കൂടിയൊക്കെ അവിടെ ഉണ്ടല്ലോ. അതിന് മാണ്ടി നവാസ് ഉണ്ടാക്കിയ പെരയും കൂടെയൊക്കെ ഉണ്ട്. ഓൾക്ക് അവിടെ നിൽക്കണേ അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കണേ ഇവിടെ നിൽക്കുക, യാതൊരു കുഴപ്പമില്ല. പക്ഷെ കുട്ടീൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ഇടങ്ങാറുണ്ട്. എന്നാൽ അതാ ആ കുഞ്ഞ് ആ ഉപ്പയെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നു. ഐഷുമ്മയുടെ ഒക്കെ തിന്നുകൊണ്ട് കുഞ്ഞിനെ അത് വാരിയെടുത്തു. അല്ലാ, ഉപ്പാൻ്റെ കുട്ടിയെ, ആ കുട്ടീൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. കാരണം ഇവിടെ ന്യൂസ് ഉള്ളിടത്തോളം കാലം പാലിന് പാലും കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാവരും ഇവിടെ നോക്കാനും കളിപ്പിക്കാനുണ്ട്. കുട്ടീൻ്റെ കാര്യത്തിൽ വിഷമിക്കണ്ട. പിന്നെ പെറ്റ തള്ളാരൊപ്പം കിടക്കുന്ന ഒരു സുഖം, ആ ഒരു സമാധാനം അതിപ്പോൾ ഉണ്ടാവില്ലല്ലോ. അതൊക്കെ മേലായ റബ്ബ് എങ്ങനെയാന്ന് വെച്ചാൽ കണക്കാക്കിയതുപോലെ. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടാ. നമ്മൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, ആരും നിങ്ങൾ ഉപദ്രവിക്കൂല. അതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ കുഞ്ഞിക്കതി ഓല മറ്റോല വന്ന് ഉപദ്രവിക്കുകയാണെങ്കിൽ അത് പോലെടുത്ത പേരൊന്നല്ലല്ലോ, അതിപ്പോൾ ഷാമോൻ്റെ കെയർ ഓഫ് കൂടെ ഉള്ളതല്ലേ കേട്ടോ. നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. എന്നാൽ ഷമ്മാസ് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എന്തായാലും മക്കളുടെ സ്വഭാവമൊക്കെ നന്നാകാനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ശരിക്കും മോനെ, ഇനിയിപ്പോൾ സൗദ അവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. നല്ല മട്ടത്തിൽ നിന്നാൽ മതി. പക്ഷേ മറ്റീറ്റങ്ങളോളം നിൽക്കാൻ അയക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഓളമ്മയും ഓളഞ്ചത്തിയും പഠിച്ചവനെ കാത്തുരക്ഷിക്കണേ. ഞാൻ ഇന്ന് അങ്ങോട്ട് പോട്ടെ ഉപ്പ, ഞാനാക്കിത്തരാം നിങ്ങളെ. എന്നാൽ അതാ ഐഷുമ പറയുന്നു, എന്നാൽ ഞാനും ഉണ്ടെടാ മോനെ, ഷാമോനെ ഞാനുണ്ട്, വാ വണ്ടി എടുത്തോ. അങ്ങനെ അതാ കുഞ്ഞിനെയും കൊണ്ട് അതാ ഐഷുമ്മ പോകുന്നു. നുസിയെ, ഞാനിപ്പോൾ വരട്ടെ കുഞ്ഞേ, ഇപ്പോൾ വരാം ഞാൻ. ഉമ്മ ഇങ്ങളെ എടുക്കുക, ഞാനേ ഓലെ വീട്ടിലേക്കൊന്ന് പോയേക്കട്ടെ. പാവാ പെണ്ണ് കുറേ കരഞ്ഞ് പറഞ്ഞാൽ വിളിച്ചത്. അഫ്സത്താന്ന് പറഞ്ഞ ഇതിൻ്റെ വൈഫേ കുറേ ഇടങ്ങാറേക്കണം ആ കുട്ടി. മറ്റേ ഭാഗത്ത് നിന്ന് നല്ല ചീത്തയും കച്ചറയും ഉണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു നിൽക്കാൻ ഒരു സുഖവും സമാധാനം കൊടുക്കണില്ല. ഫോൺ വിളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ലോണം അങ്ങോട്ട് ഇടങ്ങാറാക്കുന്നുണ്ട്. പഠിച്ചോനെ, ഈ ദുനിയാവ് എന്ന് വെച്ചാൽ എല്ലാ ഭൂമിയിലുള്ള എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ്. ഒരു കൂട്ടർക്ക് ജീവിക്കാൻ ഉള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ ദുനിയാവ് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട തന്നെയാണ്. അതിൽ പാവങ്ങളെന്നോ പണക്കാരെന്നോ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഭൂമിയിൽ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കും. പക്ഷെ ആരാ സമ്മതിക്കണേ? ഭൂമിക്ക് വേണ്ടിയല്ലേ എല്ലാവരും തല്ലുകൂടണേ. പഠിച്ചോൻ ഇത് ഞങ്ങൾക്ക് വേണം, അത് ഞങ്ങൾക്ക് വേണം, അത് വേണമെന്ന്. ഭൂമിക്ക് നമുക്ക് മരിച്ചു പോകുമ്പോൾ ഒരു 6 അടി മണ്ണ് 3 ലക്ഷം തുണി നമ്മൾ കൊണ്ടുപോവുള്ളൂ. അതിനും വേണ്ടിയിട്ടാണ് ഈ തല്ലും തിരക്കും ഒച്ചപ്പാടും അതും ഇതൊക്കെ നടക്കുന്നത്. എത്രോടത്ത് അങ്ങനെ സ്ഥലത്തിൻ്റെ പേരിൽ അതിര് തർക്കമായിട്ടും അങ്ങനെ വെട്ടിയിട്ടും ഇങ്ങനെ കൊന്നിട്ടും. റബ്ബേ പഠിച്ചോനെ, അതൊക്കെ ഇപ്പോൾ നമുക്കൊരു 6 അടി മണ്ണാണ് നമുക്ക് വേണ്ടിയത്. അതിക്കുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഇവിടെ കുറേ ദുനിയാവിൽ കുറേ സ്വത്തും മുതലും സമ്പത്തൊക്കെ ഉണ്ടായിട്ട് നമ്മളത് പോകുമ്പോൾ കൊണ്ടുപോകില്ലല്ലോ. അല്ലാ, ഏതായാലും ആ പമ്പറന്നോളം ആ ചെറിയ കുട്ടികളെയും കൂടി ആ ചെറിയ കുടിയിൽ നിന്ന് ഇറക്കി വലിച്ചിട്ട് ഇത് മനസ്സ് തോന്നല്ലോ. ഏതായാലും നുസിയെ, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ, ഞാൻ വായിലടിച്ചാണ്ടി. ഷാമോനെ, ഉമ്മ. അങ്ങനെ അതാ അവർ പോകുന്നു. സൗദിയുടെ ഉപ്പ മുന്നിലിരുന്നു, പിന്നിലായിട്ട് അതാ ഐഷുമ്മയും കുഞ്ഞും. അല്പസമയത്തിന് ശേഷം തന്നെ അവിടേക്ക് എത്തി അവർ. ഉമ്മ. പെട്ടെന്ന് ഷാമോനെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ആ ഉപ്പ ഇറങ്ങി വണ്ടിയിൽ നിന്ന്. എന്നാൽ അപ്പോഴേക്കും ഹഫ്സ ഓടി വന്നു, അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചു. ഇക്ക, എന്തെങ്കിലും പറ്റും നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ?
ഏയ് ഇല്ല. എന്നാൽ ഐഷുമ്മ ഇറങ്ങുന്നേ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഉമ്മ, അല്ലാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ, എൻ്റെ ഇടങ്ങാറുകൊണ്ട് വന്നാണ് ഞാൻ. നിങ്ങളെ ഇവലെപ്പാക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് സുബീക്ക് അങ്ങോട്ട് നിസ്കാരം കഴിഞ്ഞങ്ങാണ്ട് ഷാമോൻ്റെ പണ്ട് പോന്നാണ്. കുറേ കരഞ്ഞ് പറഞ്ഞു മോളെ, എന്താ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഒക്കെ ഒരു ഇടങ്ങാറനാണ്. സൗദൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിലേറെ. ഓൾക്ക് നല്ല മട്ടത്തിൽ നിൽക്ക പൊന്നു മോളെ അവിടെ. കാരണം എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഓളെ കാര്യം പറയുമ്പോൾ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയില്ല. അതിനിപ്പോൾ പുതിയ മാപ്പിളാരൊക്കെ ഒപ്പം ഇങ്ങനെ നിൽക്കണ്ടേ. അതിപ്പോൾ ഇനിയിപ്പോൾ നവാസിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് ഓനും പറ്റ വെറുത്തക്കണം. ഒക്കെ ഒന്ന് റെഡിയായി കിട്ടണം. പൊന്നു മോളെ, ഏതായാലും റാഹത്തല്ല ഇവിടെ. ഉമ്മ, റാഹത്തൊക്കെ തന്നെയാണ്, പക്ഷേ പേടിയാണ്. എന്തിനാ മോളെ പേടിക്കണ്? ചിലപ്പം കുഞ്ഞിക്കഥയാത്യം വന്നിട്ട് എന്നെയും മക്കളെയും പിടിച്ച് വലിച്ചിടുമെന്ന് പേടിയാണ്. ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ. ഇങ്ങോട്ട് വരാനേ പറ്റൂല. മറ്റേ പരിന്ന് വെച്ചാൽ അവിടുന്ന് വലിച്ചിടാൻ പാടില്ല. കാരണം ഓല പാപ്പാൻ്റെ വീട് ആ കുട്ടികൾക്കും കൂടി അവകാശപ്പെട്ടാണ്. എൻ്റെ മോനെ നവാസ് അവിടെ വലിയൊരു ബമ്മാട് എടുത്ത് വെച്ചേക്കണല്ലോ. ഓരയിൽ സുഖസുന്ദരമായി കഴിയണമുണ്ടല്ലോ. എന്നാലും ഇപ്പോൾ ആ ചെറിയ ചെറ്റക്കുട്ടിയിൽ നിന്ന് ഇബല ഞങ്ങൾ പുറത്താക്കിയെന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇടങ്ങാറിനെ. പക്ഷേ എൻ്റെ ഷാമോനെ കണ്ടിക്കാൻ കഴിയൂല കേട്ടോ. ഓനപ്പോത്തിന് കണ്ടില്ല റൂമും പെരയൊക്കെ സെറ്റായി തന്നത്. അൽഹംദുലില്ലാ, നല്ല വീടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണതൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. പക്ഷെ എന്നാലും മനസ്സിലേക്കൊരു പേടിയാണ്. അവരെന്തൊക്കെയോ പകവെച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ മക്കൾ ഇവരിവിടെ ഉണ്ടോ? അതെ, മക്കളിവിടെ ഉണ്ട്. മക്കളിവിടെ എത്തിയപ്പോൾ സമാധാനമായി. കാരണം ഓലമ്മ ഇവിടെ ഇല്ലാത്തപ്പോൾ ഓൾ അനിയത്തി ജ്യേഷ്ഠത്തി പറഞ്ഞേച്ചാണെന്ന് തോന്നുന്നത്. ഏതായാലും പഠിച്ചോനെ, ഒന്നും പ്രശ്നമൊന്നാക്കാതെ ഞങ്ങളിവിടെ നിർത്തിയാൽ മതിയായിരുന്നു. ഏതായാലും മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എടി, ആ സൗദൻ്റെ കാര്യത്തിൽ ചെറിയൊരു വിഷമം ബേജാറൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. കാരണം നല്ല മട്ടത്തിന് ഓള് പിന്നെ കേദിച്ചൊക്കെ മടങ്ങി വന്നു. ഇനിയിപ്പോൾ പിന്നെ ഓളോരൊന്ന് കൂട്ടി പഠിച്ചോനായിട്ട് തന്നെ ഓളെ ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആകെ ഇടങ്ങാറയിക്കണോള്. ഏതായാലും മാണ്ടാത്ത പണി കാട്ടിന് പഠിച്ചോൻ ശിക്ഷ കൊടുത്തും ചെയ്തിട്ടുണ്ട്. പഠിച്ചോനെ നല്ല ബുദ്ധി കൊടുക്കും റഹ്മാനെ. എൻ്റെ നവാസ് ഒന്ന് വന്ന് കിട്ടിയാലും ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കാട്ടേനു. കാരണം നവാസാണെങ്കിൽ ഓളെ കുറിച്ച് പറയുമ്പോഴേ ഓനൊരു ദേഷ്യം. ഓൻ ദേഷ്യമല്ല, ഓന് മനസ്സിക്കൊരു ഇടങ്ങാറ് വരിക. കാരണം നമ്മൾ പറഞ്ഞ കേൾക്കാതെ അതും ഇതും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയ പെൺകുട്ടികൾ ഇനിയും അങ്ങനെ ആവുമെന്നൊക്കെയാണ് ഓൻ പറയണത്. ഏതായാലും വല്ലാത്തൊരു പുതുമ. ഇനി സൗദ അങ്ങോട്ടേറ്റം വരികയാണെങ്കിൽ നല്ല മട്ടത്തിലൊന്ന് ഉപദേശിച്ച് കൊടുക്കണം കേട്ടോ മോളെ ഇജ്. ഇഞ്ഞിട്ട് ഇൻഷാ അല്ലാ എൻ്റെ നവാസിനെ കൊണ്ട് തന്നെ ഓളെ നല്ല മട്ടത്തിന് ഒരുമിച്ച് പോലെ ജീവിക്കട്ടെ. കാരണം അവിടെയും ഇവിടെ ആണും പെണ്ണുമായിട്ട് നിൽക്കുമ്പോഴേ ഓലെ മനസ്സിക്ക് പലതും തോന്നും. അതാ പറഞ്ഞത്. ചില പെണ്ണുങ്ങൾക്ക് മാപ്പിളാരുണ്ടാവും, എന്നാലായിട്ട് ഓലെ കിട്ടൂല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. ചിലർക്ക് ഭയങ്കര വയ്ക്കാരം ആണുങ്ങളൊപ്പം ഇങ്ങനെ ജീവിക്കണത്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഷമ്മാസും എൻ്റെ നുസൈബി എന്ന് വെച്ചാൽ ഓല് അങ്ങനെ കഴിയണതാണ്. ഷമ്മാസ് എന്ന് വെച്ചാൽ നല്ലോണം, ഇനിയിപ്പോൾ സൗദനാണെങ്കിലും അങ്ങനത്തെ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. എന്നാലും ഇപ്പോൾ ഈ ഷാമോൻ എല്ലാവരും പോലെ അല്ലേ എൻ്റെ നുസി, എൻ്റെ ചെറിയ മരോളെ നല്ലോളം എന്താ വെച്ചാൽ ഒരിക്കലും വിഷമിപ്പിക്കാത്ത രീതിയിൽ നോക്കി നടത്തും. അതൊക്കെ കാണുമ്പോൾ ഓൻ്റെ കാട്ടിക്കൂട്ടലും ഓൻ്റെ അതും കാണുമ്പോൾ ഏതൊരു പെണ്ണുങ്ങൾക്കും ചെറിയൊരു ആഗ്രഹം ഉണ്ടാവും ചെയ്യും. അങ്ങനത്തെ ഒരു പുതിയാപ്പിളായി പോയിരുന്നെങ്കിൽ എന്നൊക്കെ. പിന്നെ വെച്ചാൽ ഓൻ അവിടെ അങ്ങനെ പോയി നിൽക്കണ ഇഷ്ടമില്ല. അങ്ങനെ ഓല് പിന്നെ അങ്ങനെ അൽഹംദുലില്ലാ നല്ല മട്ടത്തിൽ റാത്തോട് കൂടി അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അതൊക്കെ ഈ സൗദ കാണുമ്പോഴേ ഓൾക്കൊരു ഇടങ്ങാറും ഉണ്ടാവും. ഞാൻ പറയും നവാസ് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നവാസ് ഇങ്ങോട്ട് എന്നാൽ വരണാവും വന്നിട്ട് അതിനനുസരിച്ച് ഓളെ ഓൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആക്കി കൊടുക്കണം. ഏതായാലും ഓൻക്ക് മനസ്സിക്ക് വല്ലാത്ത ഇടങ്ങാറാകാൻ കാരണം മറ്റൊന്നുമല്ല. കാരണം ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി പോയിൻ്റെ ശേ ഏതായാലും എന്തൊക്കെയാ ആവഞ്ഞോൾ അവിടെ നിൽക്കണത്. മോനെ ഷാമോനെ, എന്തോ ഉമ്മ, ഞമ്മക്ക് സൗദൻ്റെ വീടേറ്റൊന്ന് പോയെന്നാലോ? ഉമ്മ, നിങ്ങൾ എന്തീ പറയണത്? അതേടാ, ഒന്ന് പോയി വരെ. നമ്മളിപ്പോൾ ഇങ്ങനെ ബലം പിടിച്ചിട്ട് കാര്യമില്ലല്ലേ, കുട്ടിയുള്ളതല്ലേ. എങ്ങനെങ്കിലുമൊക്കെ തെറ്റ് മാറ്റിക്കാണ്ട് സൗദരണ്ട് കൊണ്ടുവരാം നമുക്ക്. എന്നിട്ട് ഓൾ ഇവിടെ കുറച്ച് ദിവസം നിൽക്കേണ്ടി നിന്നോട്ടെ. അപ്പോൾ ഇതിന് നവാസിനും വരുത്താം. എന്നിട്ട് ഞമ്മക്ക് ഉമ്മ ആ വീട്ടിലേക്ക് ഞാനില്ല ഉമ്മ. എൻ്റെ ഉമ്മാനെ ഞാൻ വിടൂല. എൻ്റെ പൊന്നാര കുട്ടി അന്നൊരിക്കലും പോലെ അങ്ങനെ വിവരമില്ലായ്മ കൊണ്ട് അങ്ങനെ കാട്ടി കൂട്ടിക്കണെന്ന് വെച്ചിട്ട് നമ്മളിപ്പോഴും അതിങ്ങനെ. എൻ്റെ ഉമ്മ പ്ലീസ്, ഉമ്മാക്ക് എത്ര ആരേക്ക് എന്ത് കിട്ടിയാലും ഒരു പഠിക്കലില്ലല്ലോ. ഉമ്മാക്ക് എന്തൊരു ഇത് തോന്നില്ലേ? പൊന്നു മോനെ, താന്നോടത്തെ വെള്ളം നിൽക്കുള്ളൂ. അയച്ച് പഠിച്ചിട്ടില്ല. നമ്മൾ ഓല് പൈസക്കാരല്ല, അല്ലെങ്കിൽ പാവങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ താഴെ നിൽക്കണം എന്നിട്ട് അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താട്ടോ കുറേ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. താന്നോടത്തെ വെള്ളം നിൽക്കുള്ളൂ. നമ്മളെപ്പോഴും വിട്ടുവീഴ്ച ചെയ്യണം.
ഇനിയിപ്പോൾ സൗദ അങ്ങനെയൊക്കെ അയക്കണമെങ്കിലും ഇനിയിപ്പോൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിപ്പോൾ ഓരോ മാനസികമായിട്ട് രീതിയിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് സൗദത്തെ പറയുമ്പോഴത്തേനും എനിക്കൊരു പേടിയാണ്. എന്തിനു പേടി? ഒന്നുമില്ല അവരെൻ്റെ ഒരു ഭർത്താവിൻ്റെ രീതിയിലൊക്കെ എന്നെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. പൊന്നാര മോനെ അതാ നിമിഷത്തെ ആ ഒരു സമയത്ത് അങ്ങനെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അത് സാരമില്ല, പെണ്ണല്ലേ ജാതി, പെണ്ണിനും ഉണ്ടാവില്ല പൊന്നാര വിചാരങ്ങളൊക്കെ. ഇനിയിപ്പോൾ അങ്ങനെ നവാസിൻ്റെ കോലത്തിൽ കാണാൻ ഉൾക്കുന്ന തോന്നിക്കുകയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചാളെ, ഏതായാലും അസ്തഗ്ഫിറുല്ലാഹ് പുറത്ത് കൊടുക്കട്ടെ ഒക്കെ. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ ഇങ്ങനെ ഓരോ കത്തുപാട്ടും അതൊക്കെ അതും ഇതൊക്കെ കേൾക്കാലോ. മലക്കല്ല പെണ്ണല്ലത് വല്ലാത്തൊരു വാക്കാണ്, അങ്ങനൊക്കെ എത്ര പാടി നടക്കണതിൻ്റെ പൊന്നാരെ. അതന്നെ ഇപ്പോൾ കുറച്ചായില്ലേ, പുതിയാപ്പിള ഉണ്ടേനും ഇല്ലേനും അവിടെയും പിടിയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. സാരമില്ല, അതൊക്കെ അങ്ങോട്ട് പഠിച്ചോൻ പുറത്ത് കൊടുക്കട്ടെ. നല്ല മട്ടത്തിന് ഓളോണ്ട് കൊണ്ടുവരാൻ നോക്കുക എന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കട്ടെ. നവാസിനെ ഒന്ന് സോപ്പിടണം. നവാസ് എന്താ പറഞ്ഞത്? നവാസ് പറഞ്ഞത് ഓളൊരു കാര്യത്തിനും പോകേണ്ട, ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഞാനെന്താ ചെയ്യുക? പൊന്നാര കുട്ടിയെ നമുക്ക് അങ്ങനെ അവൻ്റെ ദേഷ്യം കൊണ്ട് പറയണം. സാരമില്ല, നമ്മളേതായാലും ഓളെ ഏറ്റെടുത്ത് കുട്ടിയായി. അപ്പം നമ്മൾ അവിടെയും പിടിങ്ങും ജീവിക്കണം. നല്ലതല്ലല്ലോ. എന്തൊക്കെ തന്നെയാലും നല്ല മട്ടത്തിനാണ് ജീവിച്ച് പോയിക്കോട്ടെ. ഫസീല ഏതായാലും ഒന്ന് ഒതുങ്ങിക്കണം. കുറേ ആണ് കളിച്ചു, പിന്നെ ഒതുങ്ങിക്കണം. ഇപ്പോൾ പോകാൻ പറയാം, ഫസീലാനെ പോലത്തെ ഒരു പെണ്ണ് ദുനിയാവിലുണ്ടാവില്ല. കാരണം എന്താ, എന്തോ ഒരു മട്ടത്തിലാണല്ലോ. എല്ലാം കൊണ്ടും നല്ലതാണെന്ന് പറഞ്ഞു. എന്നാലും ഓള് പറയണ സൗദനെ വിളിച്ചൂടെ, സൗദൻ എന്താ വിളിക്കാത്തത്, സൗദൻ്റെ അടുത്തേക്ക് പോയിക്കൂടെ, സൗദ നമ്മളെ ജീവിതത്തിലേക്ക് വന്നതല്ലേ, ഞാൻ എൻ്റെ അനിയത്തിനെപ്പോൾ ഓളെ കണ്ടോളാം, അതൊക്കെയാണല്ലോ ഓള് പറഞ്ഞു എന്നാ പറഞ്ഞത്. ഏതായാലും പഠിച്ചോനെ എന്തായാലും വേണ്ടിയില്ല, നല്ല മട്ടത്തിൽ ജീവിച്ചു പോട്ടെ, അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങോട്ട് പോകണ്ട കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ അവർ വരുമ്പോൾ വരട്ടെ, നമുക്ക് സ്വീകരിക്കാം. എന്തായാലും നവാസ്കിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. എന്നാൽ അവർ അത് തിരിച്ചു പോകുന്നു. മക്കളെ ഞങ്ങൾ പോരുന്ന, ഞങ്ങൾ പോട്ടെട്ടോ. അല്ല, ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിക്കാതെയാണ് എൻ്റെ പൊന്നാര മോളെ. ഒന്നും വേണ്ടടി, ഒന്നും മാണ്ടായിട്ടാണ്. അല്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലഹാരങ്ങൾ, ഒന്ന് കഴിച്ചു നോക്കി. എടി പൊന്നാര പെണ്ണെ മോളെ, അതൊന്നും വേണ്ട. ചെന്ന് വരുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനെന്തോ നിങ്ങൾ കഴിക്കി എന്തെങ്കിലുമൊക്കെ. അങ്ങനെ അത് അവളുണ്ടാക്കിയൊരു സ്പെഷ്യൽ പലഹാരമെല്ലാം അവർ കഴിക്കുന്നു. ഷമ്മാസും ഉമ്മയും പറഞ്ഞു, നല്ല ടേസ്റ്റുണ്ട് മാഷാ അല്ലാ, നല്ല കൈപ്പുണ്യാണല്ലേ മക്കളെ, നിങ്ങൾ കഴുകി കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. സൗദിയുടെ ഉപ്പ സ്നേഹപൂർവ്വം അവരെ വിളിക്കുന്നു. അല്ല, എൻ്റെ നുസി ഒറ്റക്കണേ, നുസിയും കുട്ടി ഒറ്റക്കല്ലേ, ആ വലിയൊരു പരിയിൽ ഒരു തലമ നോക്കി ഒരു തലമക്ക് കാണൂല. അപ്പോൾ പോട്ടെ, കാരണം പലരും കണ്ടുവച്ചൊക്കെ പോണവരുണ്ടാവും. ഞങ്ങൾ പോട്ടെ കേട്ടോ, ഇൻഷാ അല്ലാ. എൻ്റെ നുസി ഒറ്റക്കാണ് അവിടെ, ഞങ്ങൾ പോട്ടെ ഇൻഷാ അല്ലാ. നിങ്ങൾ അങ്ങോട്ട് വരികയാണിട്ടാ. എന്നാൽ ആയിക്കോട്ടെ അമ്മ, ഏതായാലും ഉപ്പാൻ ഇവിടെ കൊണ്ടാക്കി തന്നതിൽ വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈറ. ആമീൻ. പഠിച്ചവനെ മോളെ, ഈ ഒരു ദുആ മതി. ഏതായാലും സൗദൻ്റെ കാര്യം നമുക്ക് തീരുമാനമാക്കണം. അതാണ് എനിക്കിപ്പോൾ ഒരു സുഖവും സമാധാനമില്ല. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കതിയും അസീനയും സൗദയെ അത്യധികം കുറ്റപ്പെടുത്തുന്നു. അതെ, കെട്ടിയ ഭർത്താവിൻ്റെ അടുത്ത് നല്ല മാനമര്യാദയിൽ നിൽക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്, ഇജ് നിരകിക്കൊടി നോക്കിക്കോ എന്ന് പറഞ്ഞ് രണ്ടാളും കൂടെ. അന്ന് സൗദക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നില്ല അവർ. അതെ, ഭക്ഷണം വെച്ചതെല്ലാം അവർ കഴിച്ചു, ഉണ്ടാക്കിയതും കഴിച്ചു, ബാക്കി പുറത്തേക്കിടുകയാണ് ചെയ്തത്. സൗദ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതെ, അവൾ വെച്ച ഒരു ഭക്ഷണം പോലും കാണുന്നില്ല. എന്നാൽ ഹസീന, എന്താ താത്ത ചോറുണ്ടോ നോക്കുക, ചോറൊക്കെ ഞങ്ങൾ തിന്നല്ലോ. ഹസീന, ഞാൻ ഇവിടെ കുറേ ചോറൊക്കെ വെച്ച് പോയതെന്നല്ല, അതൊക്കെ ഞങ്ങളെ അങ്ങോട്ട് പശുവിൻ്റെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട്. ഇനി താത്ത ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നോളി, ഞാനുണ്ടാക്കി തന്നെയായിരുന്നല്ലോ ചോറ്. ശരിക്കും സൗദക്ക് കരച്ചിൽ വന്നു. എന്തിനാ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇടങ്ങാറാക്കുന്നത്? എൻ്റെ ഭർത്താവിൻ്റെ പൈസ കൊണ്ടാണ് നിങ്ങളിപ്പോൾ ജീവിക്കണം, എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. പെട്ടെന്ന് അതാ സൗദിയുടെ മുഖമടക്കി ഒരടി, ഒന്ന് പോടി, വലിഞ്ഞു കയറി വന്നിക്കണ്, ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് അതാ കുഞ്ഞിക്കതിയ അവളുടെ മുഖം നോക്കി ഒന്ന് തല്ലി. അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. എന്തിനെന്നെ തല്ലുന്നത് നിങ്ങൾ? പിന്നെന്താ, തല്ലാജ് ഇറങ്ങൂല, അന്നെ വേഷം വെച്ച് കൊല്ലും, അതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിക്കോ. സത്യം പറഞ്ഞാൽ സൗദ കണ്ണീരോടെ എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഒരു നിമിഷം അവൾ പുത്തൻ വീട് തറവാടിനെ ഓർത്തു. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഞാൻ അവിടെ നിന്നും കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അവൾ ഓർത്തു. ഐഷുമ്മയുടെ കാലിൽ വീണ് മാപ്പ് പിടിക്കണം, എനിക്ക് മാപ്പ് പറയണം.
എങ്കിൽ അവരാണ് മനുഷ്യത്വമുള്ള ആളുകൾ, അല്ലാതെ എൻ്റെ സ്വന്തം ഉമ്മയും അനിയത്തിയുമല്ല. പക്ഷേ എൻ്റെ ആ ഫോൺ ഇവിടെ ഉണ്ട്, അതെനിക്ക് വേണം. അതേ, അതൊക്കെ വിറ്റ് കാശാക്കിടേ. കുറേ ദിവസമല്ലേ കേസ് കൊടുക്കുക പറഞ്ഞ കേസ് കൊടുത്തിട്ട് ഒരു ചുക്കും കിട്ടൂല. അതൊക്കെ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. എന്നാൽ സൗദിയുടെ മനസ്സിൽ ചില ചിന്തകളുണ്ടായിരുന്നു ആ ദിവസം. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. സൗദിയും നവാസും ഒരുമിക്കുമോ? സൗദിയുടെ സ്വഭാവമെല്ലാം മാറി അവൾ പഴയ രീതിയിലേക്ക് ഇനിയും തിരിച്ചു വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.